ഏതോ അമ്പലത്തിലേക്കാന്നാ പറഞ്ഞത്. അതിരാവിലെ പോയെന്ന മാള് വിളിച്ചു പറഞ്ഞത്. എനിക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പച്ചി തന്നെ സ്നേഹിച്ചത്. തന്നോട് മാത്രമല്ല, എല്ലാരോടും അപ്പച്ചി പ്രത്യേകിച്ചൊരു സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ ആ ഡോക്ടർ ജീവനെ നാഗക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോ പഴയതുപോലെ പ്രതികരിച്ചതുമില്ല. അതെ, അതെന്നെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. അതൊക്കെ നമ്മൾ സംശയത്തോടെ കാണണം. ഉള്ളിൽ എന്തെങ്കിലും കൂട്ടി വെക്കുന്നവര് പുറമെ അത് കാണിക്കില്ല. എന്നാ ഒരു അവസരം വരുമ്പോ 10 മടങ്ങ് ശക്തിയോടെ ചെയ്യുകയും ചെയ്യും. സാരെന്താ പറഞ്ഞു വരുന്നത്? അപ്പച്ചി കയ്യിലൊരു തോക്ക് കരുതിക്കൊണ്ട് നടക്കുക അയാളെ കൊല്ലാൻ. അത് തനിക്കും അറിയാലോ. ഇനി അവന്റെ നെഞ്ചത്തിട്ട് വെടി പൊട്ടിക്കൊന്നും പറയാനും പറ്റില്ല. അങ്ങനെയൊന്നും പറയാതെ സാറേ. പറയാതെ എന്ന് പറഞ്ഞാൽ അത് താനും നോക്കണം. ഡോക്ടർ ജീവനും താനും തമ്മിൽ അടുക്കുന്നത് അപ്പച്ചിക്ക് അത്ര വേദനയാ. അയാൾ എന്നെ കാണുകയും എന്നോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് അപ്പച്ചിക്ക് എന്തിനാ ഇത്ര ദേഷ്യം? മറ്റാരെ കണ്ടാലും അപ്പച്ചി ഇത്രത്തോളം വേദനിക്കാറില്ലല്ലോ. ആരെ കണ്ടാലും അപ്പച്ചിക്ക് വേദന തന്നെ. അവനൊരു കുടുംബം കലക്കിയാണെന്ന് മുത്തശ്ശനും അപ്പച്ചിക്ക് തന്നോട് പറഞ്ഞതാണല്ലോ. ആദ്യം ഏട്ടത്തിയെ കയ്യിലെടുത്തു. അവിടെ നിന്നാ ഇങ്ങോട്ട് വന്ന്. ഇത് അവന്റെ ഒരു പൊതു സ്വഭാവ. വെറുതെ ഓരോ വീടിനകത്തേക്ക് കടന്നു ചെല്ലും. എന്നിട്ട് വീടിനകത്തുള്ളവരുടെ സമാധാനം കളയും. സാറ് പറയുന്നതിനും അപ്പുറം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ താനും അയാളെ പോലെ തന്നെ അലഞ്ഞു തിരിയും. എന്നിട്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടെത്ത്. സാറ് ദേഷ്യപ്പെടാതെ ചായ കുടിക്ക്. ഇനി അപ്പച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്നാ എനിക്ക് തോന്നുന്നു. ഇന്നലെ അത്രത്തോളം നമ്മളെയൊക്കെ സ്നേഹിച്ചതാണല്ലോ. ആ സ്നേഹമാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എടോ, അപ്പച്ചിക്ക് ഇതല്ലാതെ മറ്റൊരു മുഖമുണ്ട്. അത് താനും കണ്ടിട്ടുള്ളതല്ലേ. നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് ദേഷ്യം വന്നു കഴിഞ്ഞാ എന്ത് ചെയ്യാൻ മടിക്കില്ല. ഒരാളെ കൊല്ലാനും അതുപോലെ തന്നെ മരിക്കാനും. അത് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ കാർത്തു. പോരാത്തതിന് മാഡത് ചെയ്തിട്ടില്ല എന്ന് പറയുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും?
സാറിനെ പോലെ വലിയൊരു മനുഷ്യന്റെ മകളെ പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. പക്ഷെ ഇവിടെ ജാമ്യം പോലും കിട്ടാത്ത കേസാ. പിന്നെ സാറിന്റെ കഴിവനുസരിച്ചൊന്ന് ശ്രമിച്ചു നോക്ക്. എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായം ഉണ്ടാവും. മാഡത്തിനെ ജയിലിലേക്ക് പറഞ്ഞുവിടാൻ എനിക്കൊരാഗ്രഹമില്ല. ഞാൻ പോട്ടെ അച്ഛാ. മുത്തശ്ശ, അവരുടെ പറ അമ്മയെ കൊണ്ടുവരുന്നു. മുത്തശ്ശ, അമ്മ എങ്ങനെയെങ്കിലും രക്ഷിക്കും മുത്തശ്ശ. അമ്മ ജയിലിൽ പോകുന്ന എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാർത്തു വെച്ച് ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഡോക്ടർ ജീവനെ ആരോ വെടിവെച്ചെന്നേ അറിയൂ. അമ്മയെ പോലീസുകാർ കൊണ്ടുപോയ വിവരം എനിക്ക് പറയാൻ പറ്റില്ല ചേച്ചിയോട്. ഇപ്പോ മുത്തശ്ശനൊന്നും ചെയ്യാൻ പറ്റില്ല മോളെ. മോളെ, മോളെ കരയാതെ. മുത്തശ്ശൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. നോക്കിയാ പോരാ, ഒരു ദിവസം പോലും എന്റെ അമ്മ ജയിലിൽ കിടക്കാൻ പാടില്ല മുത്തശ്ശ. അരുണേട്ടനെ ഇപ്പൊ തന്നെ വിവരം അറിയിക്കണം. പെട്ടെന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. മോളെ വിഷമിക്കാതിരിക്കേ. മോളുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോ പിന്നെ മുത്തശ്ശൻ വെറുതെ ഇരിക്കുവോ? അമ്മ പോലീസുകാര് തല്ലോ മറ്റോ ചെയ്യോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മറ്റൊരു മാർഗമില്ലാത്തോണ്ട് ആ SI അറസ്റ്റ് ചെയ്തത്. അമ്മയ്ക്കിനി ജാമ്യം കിട്ടാതിരിക്കും മുത്തശ്ശ? അതേപ്പറ്റി ഒന്നും അറിയില്ല മോളെ. അവളല്ല ഇത് ചെയ്തതെന്ന് തറപ്പിച്ചു പറഞ്ഞ നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റിയേക്കും. പക്ഷേ ഇവിടെ അതല്ലല്ലോ സ്ഥിതി. തെറ്റ് ചെയ്തവൾ കുറ്റം സമ്മതിക്കല്ലേ. അതുകൊണ്ടെന്താ പ്രയോജനം? അറിയാത്തവരും കൂടി എല്ലാം അറിയും. മോളുടെ അമ്മ വലിയൊരു മണ്ടത്തറ കാണിച്ചിരിക്കുന്നത്. അവൻ മരിച്ച നമ്മുടെ കുടുംബത്തിന്റെ തകർച്ച ഒഴിവാകുമെന്ന വിചാരം. പക്ഷേ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുമെന്ന് അവൾ ചിന്തിക്കുന്നില്ല. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അവൾക്കിപ്പോഴില്ല. ഡോക്ടർ ജീവന്റെ മരണം മാത്രമാണ് അവളിപ്പോഴും ആഗ്രഹിക്കുന്നത്. അവളുടെ നാണക്കേടിനേക്കാൾ ഉപരി കാർത്തു സത്യങ്ങൾ അറിയാൻ പാടില്ല അവന്റെ നാവിൽ നിന്ന്. അത് മാത്രമാ അവളുടെ ഇപ്പോഴത്തെ ചിന്ത. മോള് മുത്തശ്ശന് കുടിക്കാൻ ഇതിന് വെള്ളം കൊണ്ടുവാ. ശരീരത്തിനാകെ ഒരു തളർച്ച പോലെ. ഞാനിപ്പോ കൊണ്ടുവരാം മുത്തശ്ശ. കാർത്തൂന് നല്ല വിഷമമുണ്ട്. കുറച്ചു കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ടൊന്ന് പോണം. അരുണിന്റെ അമ്മയൊക്കെ സങ്കടത്തിലാണല്ലോ. ആരെ കുറ്റപ്പെടുത്തണം, ആരെ ന്യായീകരിക്കണം എന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അയാളോട് നാഴിക്ക് 40 വട്ടം പറഞ്ഞിട്ടുള്ള ഇങ്ങനെ കാർത്തൂന്റെ പിന്നാലെ കറങ്ങി നടക്കരുതെന്ന്. വിഷുവിന്റെ അന്ന് അരുണിന്റെ അപ്പച്ചി വന്നതും എല്ലാരെയും സ്നേഹിച്ചതും ഒക്കെ ഈ ഡോക്ടർ ജീവന്റെ മരണം മുമ്പിൽ കണ്ടോണ്ട് തന്നെയാ. ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കളോടൊപ്പം ഒരുമിച്ചിരുന്ന് വിഷു ആഘോഷിക്കുക, ഒന്നിച്ചു കഴിയുക, അതൊക്കെയായിരുന്നു അവരുടെ മനസ്സിൽ. ദീപന്റെ ഏട്ടൻ നിരപരാധിയാണെന്നാണ് നമ്മളിപ്പോ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാ ആ പാപത്തിൽ നിന്ന് കാർത്തൂന്റെ അമ്മയ്ക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അതിലുപരി ഇതൊക്കെ വലിയ പ്രശ്നമാവും പവിത്രേ. ഇനിയിപ്പോ പോലീസായി, കേസായി, വഴക്കായി, അങ്ങനെ. കണ്ണേട്ടനാണല്ലോ, ഇനിയിപ്പോ എന്തെങ്കിലും കുഴപ്പമുണ്ടാവോ? ഹലോ കണ്ണേട്ടാ. നമ്മള് സംശയിച്ചത് ശരിയായ ദീപ. പോലീസുകാരെ കൊണ്ടുപോയി അരുണ്ടപ്പച്ചയെ. അപ്പോ സാറിന്റെ അപ്പച്ചി തന്നെയാണ് ജീവേട്ടനെ ഷൂട്ട് ചെയ്തല്ലേ?
അതുകൊണ്ടല്ലേ പോലീസുകാർ കൊണ്ടുപോയത്. ആ സംഭവത്തിന് സാക്ഷികളുണ്ട്. എന്ത് ചെയ്യാനാ, സ്വന്തം വാശി നടത്താൻ അവര് നോക്കിയത്. പിന്നീടുള്ള തലവേനെ പറ്റി ഒന്നും ചിന്തിച്ചില്ല. ഇനിയൊരു മകളെ കല്യാണം കഴിപ്പിച്ച് വിടാനുണ്ടെന്നോ സ്വന്തം ഭർത്താവ് കഴിഞ്ഞ കാല സംഭവങ്ങളൊക്കെ തിരിച്ചറിയുമെന്നോ ഒന്നും അവർ ആലോചിച്ചില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും കണ്ണേട്ട? എനിക്കറിഞ്ഞൂടാ. അരുൺ ഓടി നടക്കുക അവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഊരിക്കൊണ്ടുവരാൻ വേണ്ടിട്ട്. പക്ഷെ അവര് പോലീസിൽ കുറ്റസമ്മതം നടത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ജാമ്യം പോലും കിട്ടുമെന്ന് അറിയില്ല ദീപ. വല്ലാത്തൊരു സംഭവമായി പോയല്ലോ. നീ നിന്റെ ഏട്ടനെ പോയി ഒന്ന് കാണണം. ചോദിക്കാൻ പാടില്ലാതാണ്, എങ്കിലും എന്റെ ഒരു ആഗ്രഹം കൊണ്ട് പറയാ. ഏട്ടനെ കണ്ടിട്ട് അരുണിന്റെ അപ്പച്ചിയെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ചോദിക്കണം. കണ്ണേട്ട, ഈ സമയത്ത് അങ്ങോട്ട് ചെന്ന ഏട്ടനെ കാണാൻ പോലും ഏട്ടത്തിമ്മ അനുവദിക്കില്ല. ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കും അവര്. എന്നാ പിന്നെ വരുന്ന പോലെ വരട്ടെ. എങ്ങനെയുണ്ട് ഡോക്ടർ ഇപ്പോ? ബുള്ളറ്റ് നീക്കം ചെയ്തു, എങ്കിലും അപകടനില തരണം ചെയ്തു എന്ന് പറയാറായിട്ടില്ല. തലയുടെ പിൻഭാഗത്തായിരിക്കും ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ തോളിലാ കൊണ്ടത്. അല്ലെങ്കിൽ സ്പോട്ടിൽ തീർന്നേനെ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ഇപ്പൊ ആരെയും കടത്തിവിടാൻ പറ്റില്ല. അദ്ദേഹം വെന്റിലേറ്ററിലെ. ഒരു 4-5 മണിക്കൂർ ഒബ്സർവേഷന് ശേഷം കാണാൻ പറ്റൂല്ലോ എന്ന് പറയാം. എന്താ ചേച്ചി? ഇനി അങ്ങേരെ ജീവനോടെ കാണാൻ പറ്റുന്ന കരുതിയതല്ല. ഇപ്പോഴും കണ്ടിട്ടില്ല. പിന്നെ വെടിയുണ്ടൊക്കെ പുറത്തെടുത്തു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭയക്കുന്ന പോലെയൊന്നും സംഭവിക്കില്ലെന്ന് വേണം കരുതാൻ. ഞാൻ സംഭവ സ്ഥലത്ത് പോയി ചേച്ചി. അവരാ വെടിവെച്ചത്. അവിടെ വന്ന് ഇടക്കിടക്ക് ഡോക്ടറെ ഭീഷണിപ്പെടുത്തി നിർത്തുന്നുണ്ടല്ലോ അരുൺ. അവന്റെ അപ്പച്ചിയാ ഇത് ചെയ്തത്. ഞാൻ അറിഞ്ഞു കാര്യങ്ങള്. അവളിപ്പോ പോലീസ് സ്റ്റേഷനിലാ. മുമ്പൊരിക്കനെ വഴി വെച്ച് കണ്ടപ്പോഴും അവള് മോശമായിട്ടാ സംസാരിച്ചത്. എങ്കിൽ കൂടുതൽ ചിന്തിച്ച് തല പുണ്ണാക്കണ്ട. അവര് തമ്മിൽ എന്തോ തരികിട ബന്ധമുണ്ട്. ഡോക്ടർ മിക്കവാറും അവരെ വഞ്ചിച്ചിട്ടായിരിക്കും ചേച്ചിയെ കെട്ടി അമേരിക്കക്ക് പറക്കും. ഇനിയിപ്പോ അതൊക്കെ വിശ്വസിച്ചേ പറ്റൂ. നിനക്കറിയാലോ സുമിത്ര, കുറച്ചു ദിവസമായിട്ട് അങ്ങേര് പാടെ മാറി. ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ പോലും മരിച്ചോളാനാ പറയുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. ചേച്ചി മരിച്ചു കഴിഞ്ഞാ ഈ പറയുന്ന സ്ത്രീയെ ഏറ്റെടുക്കാന്ന് വാക്കുകൊടുത്തു കാണും. അങ്ങനെയെങ്കിൽ അയാൾ മരിക്കുന്നതാ നല്ലത്. അല്ല, ഇതൊക്കെ എന്റെ ഊഹാപോഹങ്ങളാണ്, സത്യാവണമെന്നില്ല. ഒരുവൾ പൊതുനിരത്തിൽ വെച്ച് നടക്കാനിറങ്ങിയ മനുഷ്യനെ കൊല്ലാൻ നോക്കണമെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ കാരണം ഉണ്ടാവും. അത് സുമിത്രൻ പറഞ്ഞത് തന്നെ ആയിരിക്കും. ഈ വാർത്ത അറിഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ ഇപ്പൊ എനിക്ക് അയാളോട് സകല സിമ്പതിയും പോയി സുമിത്ര. ഒരു സ്ത്രീ ഇത് ചെയ്തു എന്നറിഞ്ഞപ്പോ തന്നെ. ഇനി അവരെ അതിന്റെ പിന്നിൽ പ്രേരിപ്പിച്ചെന്താന്നറിയുമ്പോ ഞാൻ അയാളെ പൂർണ്ണമായിട്ടും വെറുക്കും. അതുപോലെ നാണം കെട്ടൊരു കഥ ഇതിന്റെ പിന്നിലുണ്ട്. ഒന്ന് ഉത്സാഹിച്ചു നിന്നാ ഒരു കുടുംബം കുട്ടിച്ചോറാവുന്നത് കാണാം. അവർക്കിത് എന്തിന്റെ കേടാ? ഇനി ജയിലിൽ കിടക്കട്ടെ. നമ്മളോട് ചെയ്ത ചതിക്കും അവഗണനയ്ക്കും അത് തന്നെ അവർക്ക് കിട്ടേണ്ടത്. എന്നാലും ഡോക്ടർ ജീവനോട് അപ്പച്ചിക്ക് ഇത്രയും വൈരാഗ്യം വരാനുള്ള കാരണം എന്തായിരിക്കും? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. ജീവൻ ഡോക്ടർ അമ്മയുടെ പഴയ കാമുകനായിരുന്നു എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇപ്പോഴാ ചില പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നേ. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അപ്പച്ചിയുടെ ജീവിതത്തിൽ പല പൊട്ടിത്തെറികളും ഉണ്ടായിട്ടുണ്ട്. അതിനിടയില് അപ്പച്ചി കുറച്ചുനാൾ പാലക്കാടായിരുന്നു. ആ സമയത്ത് അപ്പച്ചി സൈക്കാട്രിസ്റ്റിന്റെ സഹായം തേടിയിരുന്നു. കാര്യമായിട്ട് എന്തോ നടന്നു എന്നുള്ള കാര്യം ഉറപ്പാ. അതിന് ഡോക്ടർ ജീവനോട് ചോദിച്ച് മനസ്സിലാക്കണം. അച്ഛൻ വീട്ടിൽ നിന്ന് പിണങ്ങിപ്പോയിരിക്കുകയാണല്ലോ. അതിന്റെ പിന്നിലും അതാണോ കാരണോന്ന് പറയാം. എന്താ മോളെ, ഞാൻ പറഞ്ഞതല്ലേ എന്നെ ഒന്ന് വിളിക്കണോന്ന്. ആരെയും വിളിച്ചിട്ടൊന്നും പറയുന്നില്ല. അമ്മ, പോലീസുകാർ കൊണ്ടുപോയി ചേച്ചി. ചേച്ചിയെ വിളിച്ച് വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയ ഇതുവരെ പറയാതിരുന്ന.
മുത്തശ്ശനൊന്നും അറിഞ്ഞില്ലേ? അമ്മയെ പോലീസുകാർ കൊണ്ടുപോയപ്പോ മുത്തശ്ശൻ ഇവിടെ ഉണ്ടായിരുന്നു. ജാമ്യത്തിൽ ഇറക്കാന്നും പറഞ്ഞ പോയത്. ജാമ്യം കിട്ടുവോ? ഒന്നും അറിയില്ല ചേച്ചി. ഭയന്നത് തന്നെ സംഭവിച്ചല്ലോ. അപ്പച്ചി എന്തിനാ ഇത് ചെയ്തത്? അതുകൊണ്ടാ എല്ലാവരും കാർത്തേച്ചോട് പറഞ്ഞത് അയാളെ അടുപ്പിക്കരുതെന്ന്. അരുണേട്ടനും മുത്തശ്ശനും ഒക്കെ താക്കീത് ചെയ്തത് അയാളെ. എന്നിട്ട് അയാൾ അമ്മയുടെ മൊബൈലിലും വിളിച്ചു. നമ്മുടെയൊക്കെ മുന്നിലേക്ക് പലപ്പോഴും വന്നു. ചേച്ചിക്ക് അയാൾ ഗിഫ്റ്റ് തന്നു. അത് തിരിച്ചു കൊടുത്തല്ലോ. എങ്കിലും എന്തിനാ അയാളത് ചെയ്തത്? നമുക്കൊക്കെ അയാളുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ അയാള് മരിക്കണമെന്ന് അമ്മ നേരത്തെ ഉറപ്പിച്ചു കാണും. എന്നിട്ടാ നമുക്ക് ഓരോരോ സമ്മാനങ്ങൾ അമ്മ തന്നതും നമ്മളെ അമിതമായി സ്നേഹിച്ചതും. സാറിന്റെ സംശയം ശരിയായെന്ന് വേണം പറയാൻ. അയാൾക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും അറിയില്ല. മരിക്കണമെന്ന പ്രാർത്ഥന. പിന്നെ മരിച്ചു കഴിഞ്ഞ അമ്മ ഒരു കൊലയാളിയാകുമല്ലോ, ആ ഒരു പേടി മാത്രമേ ഉള്ളൂ. ഞാൻ സാറിനെ ഒന്ന് വിളിക്കട്ടെ? എത്ര പണവും സ്വാധീനം ഉപയോഗിച്ചിട്ടാണെങ്കിലും അപ്പച്ചിയെ പുറത്തു കൊണ്ടുവരണമെന്ന് സാറിനോട് പറയാം. മുത്തശ്ശനോടും. മോളെ വിഷമിക്കണ്ട. ഇനി എന്ത് ചെയ്യും മോനെ? അപ്പച്ചിയാണ് ഷൂട്ട് ചെയ്തതെന്ന് പോലീസിനോട് സമ്മതിച്ചു കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ? അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ജാമ്യത്തിലെങ്ങനെ നടക്കായിരുന്നു? ദൃക്സാക്ഷികൾ ഉള്ളതുകൊണ്ട് അതിനും കഴിയില്ല മോനെ. റിമാൻഡ് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ മിനിസ്റ്ററെ വിളിച്ചിരുന്നു. ഇങ്ങനെ ഒരു കേസ് ആയതുകൊണ്ട് അയാളും നിസ്സഹായനാണെന്ന് പറഞ്ഞു. ഞാനും എന്റെ സകല സ്വാധീനം ഉപയോഗിച്ചു നോക്കി. പക്ഷെ അപ്പച്ചിക്ക് വേണ്ടി ആശ്രയിച്ച വക്കീല് പോലും ഇങ്ങനൊരു കേസിന് രക്ഷയില്ലെന്നാ പറയുന്നത്. വെടിയേറ്റവരൊരു തല്ലിപ്പള്ളിയാണെങ്കിൽ അയാൾ ഡോക്ടറായി പോയില്ലേ? കാർത്തു ആണെങ്കിൽ വിളിച്ചിട്ട് അപ്പച്ചി എങ്ങനെ രക്ഷിക്കണമെന്ന് പറയാ. മാളും അത് തന്നെയാ പറച്ചില്. അവൾക്ക് എങ്ങനെ ഈ ധൈര്യം കിട്ടിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. അയാളെ കൊല്ലുന്നൊരു 100 വട്ടം പറഞ്ഞിട്ടില്ല മുത്തശ്ശ. ജയിലിൽ കിടക്കുന്ന പ്രശ്നമല്ലെന്ന് എപ്പോഴും പറയായിരുന്നു. അത് മുന്നിൽ കണ്ടിട്ടാ അയാളുടെ കാർത്തുനെ കാണരുത്, വീട്ടിലേക്ക് വരരുതെന്നൊക്കെ പറഞ്ഞത്. അത് ഞാൻ മാത്രമല്ല, കണ്ണേട്ടനും പപ്പേട്ടനും അയാളുടെ അനിയൻ ദീപനും ഒക്കെ പറഞ്ഞതാ. എന്നിട്ട് അതൊന്നും ചെവി കൊള്ളാതെ അയാൾ വലിഞ്ഞേറി വരികയായിരുന്നു സമ്മാനമായിട്ട്. കാർത്തുവിനെ അവൻ രഹസ്യമായിട്ട് കാണുന്നുണ്ടല്ലേ? ഉണ്ടെന്നാ എന്റെ വിശ്വാസം. ഏട്ടത്തിക്ക് വേണ്ടിയിട്ട് അയാളോട് സിമ്പതി കാട്ടുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിനപ്പുറം അയാളോടൊരു ഇഷ്ടമുണ്ട് കാർത്തുന് ഇപ്പോ. പിന്നെ അയാളല്ലേ ആള്. എന്തൊക്കെയോ കള്ളത്തരങ്ങൾ പറഞ്ഞ് പവിത്രടുത്തിയുടെയും കണ്ണേട്ടനെയും മനസ്സിൽ കയറി കൂടിയിരിക്കുക. അവരെല്ലാരും ഇപ്പൊ ജീവനെ സപ്പോർട്ട് ചെയ്യാ. പിന്നെ നമുക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിന്ന് അധികം ഒന്നും പറയുന്നില്ല എന്ന് മാത്രം. എനിക്ക് ദേവയെ പോലീസ് സ്റ്റേഷനിൽ പോയി കാണാൻ വയ്യ മോനെ. ഞാനിങ്ങനെ ജീവനോടെ ഇരിക്കുമ്പോ മോള് പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത് സത്യം പറഞ്ഞ മരണം തന്നെയാ. ഇനി നമ്മൾ എന്ത് ചെയ്യും മോനെ? എനിക്കറിയില്ല മുത്തശ്ശ. SIയെ പരിചയമുള്ളതുകൊണ്ട് അപ്പച്ചി ലോക്കപ്പ് കിടത്തിയില്ല. എങ്കിലും പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ പോലെ നിൽക്കുന്ന അപ്പച്ചി എന്നെ സംബന്ധിച്ചിടത്തോളം നെഞ്ചു പൊട്ടുന്ന കാഴ്ചയാ. ശരീരമൊക്കെ തളർന്നു പോവുക. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവനെ കൊന്നിട്ട് ജയിലിൽ പോയേനെ. ഈ പ്രായത്തിൽ കൊലപാതകം നടത്തിയിട്ട് ജയിലിൽ കിടന്ന ആർക്കെന്ത് നഷ്ടം വരാനാ? അവൻ പറഞ്ഞത് നേരാ. എന്നാലും ആൾക്കാരെ കാണിക്കാൻ ഒരു താലി വേണ്ടേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞ ദീപേട്ടന് ഉടനെ ദേഷ്യം വരും. കാർത്തൂന്ന് വിളിച്ചാ മതി, ആ സമയത്ത് വിളിപ്പുറത്താ. അതാണ് നിനക്കിപ്പൊ കാർത്തൂനോടും ദീപനോടും ഉള്ള വെറുപ്പ്. ഓർമ്മയായ കാലം മുതലേ കാർത്തൂനെ എതിരാളിയായിട്ടാ ഞാൻ കണ്ടത്. അവളെക്കാൾ ഇന്നും മുകളിലായിരിക്കണമെന്ന് ഞാൻ മാത്രമല്ല, പപ്പയും അമ്മയും ആഗ്രഹിച്ചിട്ടുണ്ട്. മോളുടെ കല്യാണം കഴിയുന്നതുവരെ അങ്ങനെ ആയിരുന്നല്ലോ കാര്യങ്ങളുടെ പോക്ക്. കല്യാണം കഴിച്ച ശേഷവും അങ്ങനെ തന്നെ. ദീപൻ ജയിലിൽ നിന്നിറങ്ങി അവൻ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാ കാര്യങ്ങൾ തകിടം മറിഞ്ഞത്. അങ്ങനെ ദീപേട്ടനെ സ്നേഹിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊരു കുഞ്ഞ് കാണില്ലായിരുന്നു. ആ, അത് നേരാ. ഇനി ഇപ്പൊ നടന്നതിനെ പറ്റി ഒന്നും പറയണ്ട. മോക്ക് കാർത്തു ഒരു തടസ്സമാണെന്ന് എനിക്ക് മനസ്സിലായി.
അത് നിനക്ക് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് കാർത്തൂനെയും ദീപനെയും തമ്മിൽ അകറ്റാൻ നീ ശ്രമിക്കണം. എനിക്ക് അകറ്റണമെന്നൊന്നുമില്ല. എന്റെ കുഞ്ഞിനേക്കാളും അവളെ സ്നേഹിക്കുന്നതിലാണ് എനിക്ക് പരാതി. പരാതിയും പൊതിഞ്ഞ് അടക്കി പിടിച്ചോണ്ട് നടന്നിട്ട് കാര്യമില്ല. ഒരു സംശയം ഉള്ളി കടന്നുകൂടിയാ അത് ഇല്ലാതാക്കാൻ നോക്കണം. അതിലാണ് നമ്മുടെ പെണ്ണുങ്ങളുടെ മിടുക്ക്. ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ല. എന്തെങ്കിലും ചോദിച്ചാൽ കടിച്ചു കീറാൻ വരുന്ന ആളോട് എന്ത് ചോദിക്കാനാ? സ്നേഹത്തിലൂടെ അവനെ കുറച്ചുകൂടെ കീഴ്പ്പെടുത്തണം മോളെ. അതിനൊക്കെ ഞാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, നടക്കുന്നില്ല. എന്നാ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ദേവനന്ദ, ഡോക്ടർ ജീവൻ, അരുൺ, കാർത്തിക ഇവരുടെയൊക്കെ സംസാരം നീ ഒളിഞ്ഞും മറഞ്ഞും നിന്ന് കേൾക്കണം. അപ്പോ അതിൽ നിന്ന് പലതും പിടിച്ചെടുക്കാം. അങ്ങനെ തന്നെ ഇപ്പൊ പിടിച്ചെടുത്തോണ്ടിരിക്കുന്നത്. അതിന്ന് ചിലതൊക്കെ ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നുണ്ട്. ആ രൂപപ്പെട്ടത് ശരിയായിരിക്കും. നമ്മൾ കരുതുന്നതിനേക്കാളും ബന്ധം ദേവനന്ദയും കാർത്തൂൻ ജീവനുമായിട്ടുണ്ട്. ഓ, എന്നാൽ അവളുടെ ഒരു യോഗം അനാഥയായിട്ട് കാട്ടിക്കിടന്നതാണ്. ഇപ്പൊ ബന്ധുക്കളാ ചുറ്റും. ഇട്ടുമൂടാൻ പണം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിപ്പോ പണം മാത്രമല്ല, ആൾക്കാരുമായി. രാജയോഗ അവക്ക് 10-23 വയസ്സ് കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് അരുണിനെ കല്യാണം കഴിച്ച ശേഷം. പിന്നെ ആകെ ഒരു ആശ്വാസമുണ്ട്, അവൾക്ക് കുട്ടികളില്ലെന്നുള്ളതാ. ഓ, അതൊരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ. എനിക്കെന്തോ അയാളെ അങ്ങോട്ട് ന്യായീകരിക്കാൻ പറ്റുന്നില്ല കണ്ണേട്ടാ. വിവാഹത്തിന് മുമ്പ് അരുണിന്റെ അപ്പച്ചിക്ക് ഒരു തെറ്റുപറ്റി. അത് ഡോക്ടർ ജീവനോടുള്ള സ്നേഹം കൊണ്ട് പറ്റിപ്പോയതാ. അവിടെയും അയാള് നിരപരാധിയായിരുന്നു. അയാളെ കൃത്യമായിട്ട് അരുണിന്റെ അപ്പച്ചിയെ തടയാൻ നോക്കിന്നാ പറഞ്ഞേ. എന്നിട്ടും പരിധി വിട്ടു പോയതാ അരുണിന്റെ അപ്പച്ചിക്ക. ഇതൊന്നും ഒരിക്കലും അരുണിനോട് പറയാൻ പാടില്ലാത്തതാ. പ്രത്യേകിച്ച് അരുൺ അമ്മയെ പോലെ സ്നേഹിക്കുന്ന അരുണിന്റെ അപ്പച്ചിയുടെ കാര്യങ്ങള്. പിന്നെ സാഹചര്യം ഇതായി പോയതുകൊണ്ടാ ഇങ്ങനെയുള്ള കാര്യങ്ങള് അരുണിനോട് തുറന്നു പറഞ്ഞത്. അയാൾ എല്ലാ രീതിയിലും കണ്ണേട്ടനങ്ങ് സ്വാധീനിച്ചു അല്ലേ? കഥകൾ പറഞ്ഞപ്പോ അയാളെല്ലാം പറഞ്ഞു. അയാളൊരു ഡോക്ടറാണ്. എന്നിട്ടും മുന്നും പിന്നും നോക്കാതെ ഇതൊക്കെ ചെയ്തത് എന്തിനാന്ന് ചോദിച്ചപ്പോ അയാൾക്കെല്ലാം പറയേണ്ടി വന്നു. എനിക്ക് ഈ വിഷയത്തിന്റെ പേരിൽ കണ്ണേട്ടനോട് തർക്കിക്കാനും വഴക്കിടാനൊന്നും വയ്യ. നിങ്ങളൊക്കെ ഇപ്പൊ അയാൾക്കൊപ്പാ. പപ്പേട്ടനും അയാളെ കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. പിന്നെ ദീപന്റെ ഏട്ടനല്ലേ, അതുകൊണ്ട് അവൻ ന്യായീകരിക്കുന്നത് സ്വാഭാവികം. പക്ഷെ എന്റെ അപ്പച്ചിയും മുത്തച്ഛനും പറയുന്നതേ എനിക്ക് കേൾക്കാൻ പറ്റൂ. അവരൊരിക്കലും എന്റെ തകർച്ചയ്ക്കായിട്ടൊന്നും ചെയ്യുന്നവരല്ല, ആരെ ഉപദ്രവിക്കുന്നവരല്ല. അങ്ങനെയുള്ളവരെ വേദനിപ്പിച്ചവൻ എന്റെയും ശത്രുവാ. അരുൺ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോ ഞാൻ പിന്നെ എന്ത് പറയാനാ? കാർത്തൂനെ നിയന്ത്രിക്കണമെന്ന് അരുൺ എന്നോട് പറയുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് അരുണിനോടും പറയാനുള്ളത്. അരുണിന്റെ അപ്പച്ചിയെ നിയന്ത്രിക്കാൻ അരുണിന് കഴിയില്ലായിരിക്കും. പക്ഷെ അരുണിന്റെ മുത്തച്ഛനോടൊന്ന് പറയണം. ഇനിയിപ്പോ എന്ത് സംഭവിച്ചിരുന്നാലും കൂടുതൽ തകർച്ച നേരിടേണ്ടി വരുന്നത് അരുണിന്റെ അപ്പച്ചിക്ക് തന്നെ ആയിരിക്കും. പോലീസിന് മുമ്പിൽ അപ്പച്ചിയെ നിരപരാധിയാക്കിയ അയാള്, അതിനുശേഷം അയാളങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. മരണമൊഴി എന്തായാലും കോടതി മുഖവിലേക്ക് എടുക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ അപ്പച്ചി രക്ഷപ്പെടുകയും ചെയ്തേനെ, അയാളെ കൊണ്ടുള്ള ശല്യവും തീർന്നേനെ. ഞാൻ കുറച്ച് സ്വാർത്ഥനായെന്ന് കണ്ണേട്ടന് തോന്നുന്നുണ്ടാവും. കണ്ണേട്ട, ഡോക്ടർ ജീവനൊരു തലവേദനയാ. നമ്മുടെ എല്ലാ മനസ്സമാധാനം കളയുന്നത് അയാളെപ്പോ. അങ്ങനെ ഒരുത്തം മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. ഭർത്താവിന്റെ അവസ്ഥ കണ്ട് സമ്മതം തെറ്റുന്ന സ്ത്രീയാ. വെറുതെ അവരോട് തല്ലാനും വഴക്കിടാനും നിൽക്കണ്ട. നിങ്ങൾ പൊക്കോളൂ. പേ പിടിച്ച മോളെ കൊണ്ടേ പൂട്ടിയെടുക്കാർന്നോരെ. ഇവക്കേ മുഴുത്ത വട്ട. ഇവക്കൊരു മോളുണ്ടല്ലോ, അവക്കും അങ്ങനെ തന്നെയാ, ആ മഞ്ജുന്. ഇത് പാരമ്പര്യമാ. ഇവളുടെ അമ്മയ്ക്കും അസുഖം ഉണ്ടായി കാണും. അവരിപ്പോ ജീവനോടെ ഉണ്ടോ അതോ ചത്തോ? നിങ്ങളൊന്ന് പോകുന്നുണ്ടോ? നിനക്കും കാണും അതിൽ ചെറിയൊരു അംശം. ഇതൊരു വീടല്ല, ഭ്രാന്താലയോ. പെട്ടെന്ന് എല്ലാവരും നല്ല ഡോക്ടറെ കണ്ട് ചികിത്സിച്ചില്ലെങ്കിൽ നാട്ടുകാർ ഈ വീടിന് കല്ലെറിയും. പറഞ്ഞേക്കാം. ഞങ്ങൾ പറഞ്ഞതാ നീ ഇവിടെ ഇല്ലെന്ന്. അതിനിടയ്ക്ക് ഇറങ്ങി വന്നു. അവരുടെ മാനസികാവസ്ഥ എന്തെന്നറിഞ്ഞിട്ട് നീ സംസാരിക്കണമായിരുന്നു. എനിക്കൊന്നും അറിയാനില്ല.
എന്തൊക്കെ പറഞ്ഞാലും അവന്റെ ഭാര്യയല്ലേ. അവളോട് ഇത്രയും മാന്യമായി പെരുമാറിയത് തന്നെ അധിക. നീ ഇത് ലോകരെ മുഴുവൻ അറിയിക്കും, അതിനുള്ള പുറപ്പാടാ. അവനേതായാലും നിന്നെ ജയിലിൽ കിടത്താൻ ശ്രമിച്ചില്ലല്ലോ, എന്നിട്ടും അവനെ വെറുതെ വിടാത്ത എന്താ? മരണതുല്യമായ അവസ്ഥ തന്നിട്ട് ഇപ്പൊ അവന്റെ സിമ്പതി, അതും എന്റെ കാർത്തൂവിനെ സ്വാധീനിക്കാൻ. അച്ഛൻ പോലും ഇപ്പൊ അവന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചു. അപ്പോ കാർത്തൂവിനെ തള്ളി പറയോ? അത് തന്നെ എന്റെ പേടി. കാർത്തൂം അവനും തമ്മിൽ അടുക്കുന്നത്. അവരങ്ങനെയൊക്കെ സംസാരിച്ചപ്പോ എനിക്കൊരു സംശയം ഉണ്ടമ്മേ. ഡോക്ടർ ജീവനും അമ്മയും തമ്മില് നിങ്ങളൊക്കെ പറയുന്നതിനപ്പുറം ഒരു ബന്ധമുണ്ടോന്ന്. കണ്ടോ, ഒന്നും അറിയാത്തതിന്റെ ഇളയ മോള് പോലും സംശയിച്ചു തുടങ്ങി. ഇതുപോലെ തന്നെയാ ഇനി എല്ലാവരും ചോദ്യങ്ങളുമായിട്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഒന്നടങ്ങാൻ നോക്ക്. മോൾക്ക് എന്നെ സംശയമുണ്ടോ? അല്ല, അമ്മ ഇങ്ങനെയൊക്കെ ഓരോന്നും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോ ആരായാലും സംശയിക്കില്ലേ? അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ല മോളെ. പക്ഷേ ഒരു സമയത്ത് അമ്മയും മുത്തച്ഛനെയും ഒരുപാട് ദ്രോഹിച്ചവനാ ജീവൻ. അതിന്റെ പകയും വിദ്വേഷവും മരണം വരെ അമ്മയിൽ നിന്ന് വിട്ടുപോവില്ല. എന്താ ഇത്ര വൈകിയത്? കാർത്തൂന്റെ അടുത്തുനിന്ന് പോയതാ. അരുൺ സാറിന്റെ അപ്പച്ചിക്ക് ജാമ്യം കിട്ടി. എങ്കിലും ഇതുവരെ കാർത്തു ഭയങ്കര ടെൻഷനിലായിരുന്നു. പിന്നെ ജീവേട്ടനും ഹോസ്പിറ്റലിലാണല്ലോ. ആ വിവരങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദീപേട്ടൻ ഇന്ന് പുറത്തു പോയതിനു ശേഷം കുഞ്ഞിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പോലും ഇങ്ങോട്ടൊന്നും വിളിച്ചിട്ടില്ല. ഇടി, ഞാൻ എന്തിനാ വിളിക്കുന്നത്? കുഞ്ഞിന്റെ അരികിലും നീയുണ്ട്, നിന്റെ അമ്മയുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ വിളിക്കുമല്ലോ. എന്നാലും അതല്ലല്ലോ ദീപേട്ട, ഇടയ്ക്കെങ്കിലും എന്നെ ഒന്ന് വിളിക്കണ്ടേ? ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വിളിക്കാനും സുഖവിവരങ്ങൾ അന്വേഷിക്കാനും ഞാൻ അങ്ങ് അമേരിക്കയിലൊന്നല്ലോ, ഇവിടെ തന്നെയല്ലേ. എന്നോടും കുഞ്ഞിനോടുള്ള ദീപേട്ടന്റെ സ്നേഹം കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എടീ, നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും നിനക്ക് കണ്ടെത്താം. ഞാൻ ഒഴിഞ്ഞാൽ നിൽക്കാം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? എടീ, ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളത്, പുറത്തു പോയി തിരിച്ചു വരുന്ന എന്നെ മാന്തി പൊളിക്കാൻ വരരുത്. വന്നു കഴിഞ്ഞാലേ അത് നിന്റെ കുഞ്ഞിന്റെയും ഭാവിയെ ബാധിക്കും. നിന്റെ തറവാട് വിറ്റ് കിട്ടി കുറെ പണം ബാങ്കിൽ കിടപ്പുണ്ട്. വേണമെങ്കിൽ അത് എടുത്ത് തന്നിട്ട് ഈ വീട് നിന്റെ പേരിലാക്കിയിട്ട് ഞാനങ്ങ് പോയേക്കാം. എന്ത് പറഞ്ഞാലും പോകുന്ന കാര്യമാണല്ലോ പറയുന്നത്. ഇടി, സ്വസ്ഥത ഇല്ലെങ്കിൽ പിന്നെ പോകുന്നല്ലേ നല്ലത്. എന്റെ ഭാഗത്ത് നിന്ന് ദീപേട്ടൻ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഏത് നേരവും ദീപേട്ടൻ സംസാരിക്കുന്നത് കാർത്തൂന്റെ കാര്യമാ. അതിനിപ്പോ എന്താ കുഴപ്പം? എടി, കാർത്തു എനിക്ക് എന്റെ സ്വന്തം അനുജത്തെ പോലെയാ. കാർത്തുവായിട്ട് ഞാനറിയാത്ത എന്തെങ്കിലും ബന്ധമുണ്ടോ ജീവേട്ടൻ വഴി? എന്താ നീ അങ്ങനെ ചോദിച്ചത്? കാർത്തു ജീവേട്ടന്റെ മകളാണോ? എനിക്കും അമ്മയ്ക്കൊക്കെ അങ്ങനെ ഒരു സംശയമുണ്ട്. പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുമോ? കുറച്ചു ദൂരമുണ്ട്. അത്രയും സമയം എവിടെ പോയെന്ന് സാറിനോട് പറയും. അതാ ഞാനും ആലോചിക്കുന്നേ. എന്തായാലും പോവാതിരിക്കുന്നത് തെറ്റാ കണ്ണേട്ടാ. അയാളൊരു ദുഷ്ടനാണെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. ദുഷ്ടനൊന്നും അല്ല മോളെ, സാഹചര്യം കൊണ്ട് തെറ്റുകാരനായതാ. എന്റെ ജീവിതം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഒരു സമയത്ത് ഞാൻ ജയിൽ പുള്ളിയായിരുന്നല്ലേ. വിഷം ഉള്ളി വെച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാര് നമുക്ക് ചുറ്റിലുണ്ടെങ്കിൽ ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കും. അങ്ങനെ തന്നെ എന്റെ വിശ്വാസം. പിന്നെ എന്റെ പിന്നാലെ അയാളിങ്ങനെ നടക്കുന്നതും എനിക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാങ്ങിത്തരുന്നതും എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അയാള് മോളെ ഇപ്പൊ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹം വരാനുള്ള കാരണം എന്താ? അത് സ്വന്തമായിട്ട് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തോണ്ടായിരിക്കും. ഒരു സമയത്ത് മഞ്ജുവിന്റെ പുറകെയായിരുന്നു, ഇപ്പൊ മോളുടെ പിന്നാലെയാ. അയാൾക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ കണ്ണേട്ടാ? അങ്ങനൊന്നും എനിക്ക് തോന്നില്ല. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ദീപനേട്ടനല്ലേ മോളെ, അയാളുടെ സ്വഭാവം തീരെ മോശമാവില്ല. അപ്പോ എന്താ തീരുമാനം? മോള് പറ. എന്തായാലും ഒന്ന് പോവാം. അയാൾ അപ്പച്ചയെ സഹായിച്ച ശേഷം ഒന്ന് കാണണമെന്ന് എനിക്കും ഉണ്ടായിരുന്നു.
കാര്യം മാത്രം മോള് മനസ്സിലാക്കണം. മോള് കേട്ടതുപോലെ ഞാനൊരു ആഭാസനൊന്നുമല്ല. ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കണമെന്നോ കരയിക്കണമെന്നോ ആഗ്രഹിച്ചിട്ടുമില്ല. പക്ഷേ സാഹചര്യം കൊണ്ട് കുറ്റവാളിയായിപ്പോയി. കണ്ണനും എന്റെ അനിയൻ ദീപനും ഒക്കെ അങ്ങനെ പ്രതിയാക്കപ്പെട്ടവരാ. അവർക്കൊപ്പം ഒരാൾ കൂടിയൊന്ന് കരുതിയാൽ മതി. എന്നെ എന്തിനാ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത്? മോൾ ആരുടെയൊക്കെ അടുത്തെത്തിയിട്ടുണ്ടോ അവരെല്ലാം മോളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. മോളുമായി അടുത്ത് ഇടപഴകാനും അവർക്കൊക്കെ വലിയ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എനിക്കും. കണ്ണൻ ഉൾപ്പെടെ പലർക്കും മോള് സ്വന്തം മോളെ പോലെയാ. ആ കൂട്ടത്തിൽ ഒരാളും കൂടി. എനിക്കും ഇനി മുതൽ എന്റെ മകളാണ് കാർത്തു. കാർത്തോടെ അത് പിന്നെ കാർത്തു കണ്ണന്റെ കൂടെ എവിടെയോ പോയതാണല്ലോ. എവിടെയാന്ന് പറഞ്ഞില്ല. ആ പവിത്രയ്ക്ക് അറിയായിരിക്കും. ആ കാർത്തു എവിടെ പോയെന്നാ മോൻ ചോദിക്കുന്നേ? അത് പിന്നെ എന്റെ അടുത്ത് എവിടെയാ പോകുന്നെന്ന് വ്യക്തമായിട്ട് പറഞ്ഞില്ല. എത്ര നേരമായി പോയിട്ട്? കുറച്ചു നേരമായി. കുറച്ചു സമയമായുള്ളൂ. ഒരു 10-15 മിനിറ്റ്. കൊറേ നേരമായി എന്നാണല്ലോ അമ്മ പറയാൻ വന്നത്. അല്ല, അവര് പോകുന്നത് അമ്മ കണ്ടൊന്നുമില്ല, ഞാനും കണ്ടില്ല. പെട്ടെന്ന് കണ്ണേട്ടൻ വന്ന് കാർത്തൂനെ വിളിച്ചോണ്ട് പോവായിരുന്നു. അത് എപ്പോഴാണെന്ന് ഞാൻ ഏട്ടത്തോട് ചോദിച്ചത്. അതാ പറഞ്ഞത്, ഒരു 10-15 മിനിറ്റ് മുമ്പായി ഈ സംഭവം നടന്നത്. രണ്ടുപേരും എത്തിയല്ലോ. ഇനി നേരിട്ട് ചോദിക്കാലോ. എവിടെ പോയതാ കണ്ണേട്ടാ? ഞങ്ങള് നമ്മുടെ പറമ്പ് വരെ പോയതാ. ഞാൻ അങ്ങോട്ട് പോയപ്പോ മോക്കും വരണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അതുവഴിയാണല്ലോ വന്നത്. അവിടെ ആരും കണ്ടില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് പപ്പന്റെ വീട് വരെ പോയി. സാറിരിക്കെ, ഞാൻ ചായ എടുക്കാം. മാളവികയ്ക്ക് ഒരു വലിയ അപകടം ഉണ്ടായി. അതിനുശേഷം ആരും മോളുടെ വിവാഹത്തെ പറ്റി ചിന്തിച്ചിട്ടില്ല. എന്നാൽ ഇനി ചിന്തിക്കാനുള്ള സമയമായി. ഞാനത് നിന്നോട് അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു. ബാധ്യതകൾ തീർത്തു വെക്കണം മോനെ. അതോടി കഴിഞ്ഞ പിന്നെ ഫ്രീ ആയി. അതിനുശേഷം എന്തും ചെയ്യാല്ലേ? ശരത്തെങ്കിലും വിളിക്കാൻ പറ്റോ ചെയ്തായിരുന്നോ? ഇടയ്ക്ക് വിളിച്ചിരുന്നു. ഇവിടെ നടന്നത് ശരത്തേട്ടനൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ ശരത്തേട്ടനോടും മാളുവിന്റെ വിവാഹക്കാര്യം പറഞ്ഞു. നല്ല ബന്ധം വരാണെങ്കിൽ ഉടനെ നടത്തണമെന്ന ശരത്തേട്ടന്റെ അഭിപ്രായം. ശരത്തെന്താ മടങ്ങി വരാത്തത്? അവിടെ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ അല്ലേ, അവരോടൊപ്പം പല സ്ഥലങ്ങളിലും ചുറ്റിക്കൊണ്ടിരിക്കുക. ഞാനും കരുതി കുറച്ചുനാൾ മാറി നിൽക്കട്ടെ എന്ന്. അതിനർത്ഥം ഇവിടെ ശരത്തിന് ശ്വാസം മുട്ടലാണെന്ന് നീയും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാതെ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത്. മറ്റുള്ളവരെ പറ്റി ചിന്തിക്കുന്നോണ്ടാ മാളുവിന്റെ കല്യാണക്കാര്യം ഞാനിപ്പോ പറഞ്ഞത്. ആ മോളെ, പറഞ്ഞത് കേട്ടല്ലോ. മോൾക്ക് പറ്റിയ ആലോചനകൾ നോക്കാൻ പോവാ ഞങ്ങള്. എനിക്കിപ്പോ കല്യാണം വേണ്ട. മോളെ, പറയുന്ന അനുസരിക്കണം. എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടന്നു കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതിന് പറ്റിയൊരു ആരോഗ്യസ്ഥിതി അല്ല എനിക്കിപ്പോ. ആരാ പറഞ്ഞതല്ലാന്ന്? നല്ലൊരു ബന്ധം വന്നാ നീ എതിർക്കരുത്. കാർത്തുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് നിന്റെ കല്യാണത്തെ പറ്റി. എനിക്കൊരു താല്പര്യമില്ല.
പിന്നെ എന്നെ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ചു വിട്ടിട്ട് അമ്മയ്ക്കെന്തോ ചെയ്തു തീർക്കാനുണ്ടെന്ന് തോന്നുന്നു. ജയിലിലേക്ക് പോകാനുള്ള പ്ലാനാണെന്ന് അറിയില്ല. എന്താമ്മേ, അങ്ങനെ വല്ല ചിന്തയും ഉണ്ടോ? അതൊന്നും അല്ല കാര്യം. മോൾക്ക് വിവാഹപ്രായമൊക്കെ കഴിഞ്ഞു. ഇനി അതേപ്പറ്റി ഞങ്ങൾ ചിന്തിച്ചേ പറ്റൂ. ഇക്കാര്യത്തിൽ എന്നെ ആരും നിർബന്ധിക്കരുത്. എനിക്ക് പറ്റിയ അപകടം മറച്ചു വെച്ചോണ്ട് ഞാൻ എന്തായാലും ഒരാളുടെ മുന്നിൽ പോയി നിൽക്കില്ല. അവന് തോന്നുമ്പം വരും, തോന്നുമ്പം പോവും. നീ ആണെങ്കിൽ അവനെ ഒന്നും നിയന്ത്രിക്കുന്ന പോലുമില്ല. അതിനൊന്നും പറ്റില്ലെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. അങ്ങനെ പോയാലേ അവൻ നിന്നെ പറ്റിക്കും. ഇതിനിടയ്ക്ക് എന്താ സംഭവം നടക്കുന്നതെന്നൊക്കെ കണ്ടുപിടിച്ചേ പറ്റൂ. കാർത്തു, ദീപേട്ടന്റെ ചേട്ടൻ, അരുൺ സാറിന്റെ അപ്പച്ചി എന്നിവരെ കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോ ദീപേട്ടൻ വല്ലാതെ വയലന്റ് ആവുക. അങ്ങനെയെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം എന്തോ ഉണ്ട്. എന്തെങ്കിലും നിനക്ക് വീണ് കിട്ടിയോ? ഇതുവരെ കാര്യമായിട്ടുള്ള പുരോഗതിയൊന്നുമില്ല. എങ്കിലും ഉടനെ ഞാൻ എല്ലാം അറിയും. ഒന്ന് ആലോചിച്ചു നോക്കിയ മോളെ, ദീപന്റെ ഏട്ടനെ കൊല്ലാനായിട്ട് തന്നെ വെടിവെച്ചു അരുണിന്റെ അപ്പച്ചി. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പറ്റിയോ? വെടികൊണ്ട ആള് തന്നെ പറഞ്ഞല്ലോ അത് ചെയ്തത് ദേവനന്ദ അല്ലാന്ന്. സത്യത്തിൽ കരുണേട്ടനാണോ ഇവർക്കൊക്കെയാണോ വട്ട്? അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുണ്ടോ? ദീപേട്ടനൊക്കെ ദേവനന്ദ രക്ഷപ്പെടണമെന്നാ ഇപ്പൊ ആഗ്രഹം. നിന്നെ പ്രേമിച്ചു നടന്ന സമയത്തൊക്കെ ദീപൻ അവന്റെ ഏട്ടനെന്ന് വെച്ച ജീവനായിരുന്നല്ലോ. അങ്ങനെ ആയിരുന്നു. പക്ഷേ ഈ രീതിയിൽ സ്വന്തം ചേട്ടനെ വെറുക്കാനുണ്ടായ കാരണം എന്താന്ന് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം അമ്മ ഉറപ്പിച്ചോ, കാർത്തൂനോട് ഇപ്പൊ ദീപേട്ടൻ കാണിക്കുന്ന സ്നേഹം എന്നെ വല്ലാതെ നോവിക്കുന്നുണ്ട്. ഞാൻ എന്റെ സ്വഭാവമൊക്കെ പൂർണ്ണമായിട്ട് മാറ്റിയതാ. പക്ഷെ ദീപേട്ടന്റെ ഇപ്പോഴുള്ള പെരുമാറ്റം അതെന്നെ പിന്നോട്ടേക്ക് വലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവർക്കൊക്കെ ഇടയിലുള്ള സ്നേഹവും വെറുപ്പും ഒക്കെ ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. കണ്ണനും പപ്പനും പവിത്രയൊക്കെ ഇതൊക്കെ അറിയണ്ട കേട്ടോ. അവരെയും ആ ഡോക്ടർ ജീവൻ കാണുന്നുണ്ടല്ലോ. എല്ലാവരും എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അറിയാത്തതായിട്ടേ നമ്മള് മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം എന്താ? നിനക്ക് മിടുക്കില്ല, അത്ര തന്നെ. അല്ലെങ്കിൽ ഇപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ആയേനെ. അമ്മ നോക്കിക്കോ, കാർത്തൂൻ ദീപേട്ടന്റെ ചേട്ടനും തമ്മിലുള്ള അടുപ്പത്തിന്റെ കാരണം ഞാൻ കണ്ടെത്തിയിരിക്കും. അയാൾക്കേ കാർത്തൂന്റെ പേര് പറയുമ്പോ തന്നെ വലിയ സന്തോഷാ. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. വെടികൊണ്ട് കിടക്കല്ലേ ജീവൻ. അയാളെ കാണാൻ നീ ദീപനെ പോന്ന് പോകാഞ്ഞെന്താ? ഞാൻ പറഞ്ഞു പോവാന്ന്, എന്നിട്ട് എന്നെ കൊണ്ടുപോയില്ല. ജീവേട്ടനെ ഞാനും തമ്മിൽ കാണുന്നതേ എന്റെ ഭർത്താവിന് വലിയ ടെൻഷനാ. അതുകൊണ്ടൊക്കെ തന്നെയാ എന്റെ സംശയം ഇരട്ടിക്കാനുള്ള. ഇനി അവളുടെ ദേഷ്യത്തിന് മുന്നിൽ ഞാൻ കീഴടങ്ങി കൊടുക്കില്ല. അത് അവൾക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് മോളെ കൊണ്ട് കണ്ണൻ എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം. ചിലപ്പോ നാളെ ഈ വൃന്ദാന്ന് പറഞ്ഞവള് ഡോക്ടറെ വന്ന് കണ്ടേക്കും. എന്നിട്ട് കരഞ്ഞ് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞിരിക്കും. 10-25 വർഷത്തെ എന്റെ ജീവിതം ഇല്ലാതാക്കി. ഞാൻ സ്നേഹിച്ചവളെ എന്നിൽ നിന്നും അകറ്റി. കണ്ണനില്ലായിരുന്നെങ്കിൽ എന്റെ കാത്തിരിപ്പിന് പോലും അർത്ഥമില്ലാതായനെ. അങ്ങനെയുള്ളവള് ഇനി വന്ന് മാപ്പ് പറഞ്ഞിട്ട് എന്താ കാര്യം? അവള് സ്വസ്ഥമായി സുഖമായി ജീവിക്കട്ടെ. അവക്കിപ്പോ നല്ല കുറ്റബോധം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇനി എത്ര പശ്ചാത്തപിച്ചു എന്ന് പറഞ്ഞാലും അവള് ചെയ്ത തെറ്റിന്റെ ഫലം അവൾ അനുഭവിച്ചേ പറ്റൂ. അതിന് പിഴ കൊടുക്കേണ്ടി വരും എന്തെങ്കിലും ഒരു ദിവസം. എനിക്കാരെയും ശപിക്കാൻ അറിയില്ല കണ്ണ. ആരെയും കൊല്ലാനും തല്ലാനും വശമില്ല. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത്, പരിസരം മറക്കുന്നത് എന്റെ കാർത്തുമോളെ കാണാൻ പറ്റാതെ വരുമ്പോ മാത്രമാ. അതിനുള്ള അവസരം മാത്രം നിങ്ങൾ തന്നാ മതി. ഞങ്ങൾ ആരെങ്കിലും ഇവിടെ കൂടെ ഇരിക്കണോ? വേണ്ട, നിങ്ങൾ പൊയ്ക്കോ. ഇവിടെ ഏതൊരു സിസ്റ്റർമാര് വരുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞങ്ങൾ ഓടിയെത്തിക്കോളാം. പോയിട്ട് വരാം ഡോക്ടർ. ശരി.
രണ്ടായിട്ട് വലിച്ച് കീറി കൂടായിരുന്നു വേണേട്ടാ. അവള് തെറ്റുകൾ ഏറ്റു പറഞ്ഞപ്പോ ഒന്നും ചെയ്യാൻ തോന്നിയില്ല. നിന്റെ ഏട്ടന്റെ ഭാഗത്ത് വലിയൊരു ശരിയുണ്ട്. അതുകൊണ്ടാ ഈ സമയത്ത് അവൾ അദ്ദേഹത്തിന്റെ കണ്ണിപ്പെട്ടത്. ഞാൻ പറഞ്ഞിട്ടില്ലേ കണ്ണേട്ടനോടും പാപ്പേട്ടനോടും എന്റെ ഏട്ടൻ ഈ പറയുന്ന പോലെ അത്ര പ്രശ്നക്കാരനൊന്നും അല്ലെന്ന്. കണ്ണേട്ട കുട്ടിക്കാലത്ത് എനിക്ക് നേർവഴി പറഞ്ഞു തന്ന ഏട്ടനാ. ഒരിക്കലും അരുൺ സാറിന്റെ അപ്പച്ചിയും മുത്തച്ഛനൊന്നും പറയുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇപ്പൊ നിന്റെ ഏട്ടന്റെ മുന്നില് ഞങ്ങളുടെ തല താഴ്ന്നു ദീപ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയുള്ള ഏട്ടനല്ലേ അരുൺ സാറിന്റെ അപ്പച്ചി കൊല്ലാൻ നോക്കിയത്. അവിടെയും അവരെ രക്ഷപ്പെടട്ടെ എന്നാ എന്റെ ഏട്ടൻ കരുതിയത്. കണ്ണേട്ട സത്യം പറഞ്ഞ ഏട്ടനെ പറഞ്ഞു നോക്കി ഇപ്പൊ കാലുപിടിച്ച് മാപ്പ് പറയാൻ തോന്നുന്നു. ഞങ്ങളിപ്പോ മാപ്പ് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇനി പറ, കാർത്തൂനെ കാണാനുള്ള അവകാശം ജീവേട്ടനില്ലേ? ഉറപ്പായിട്ടുണ്ട്. കണ്ണേട്ടാ, കാർത്തൂനോട് സത്യങ്ങളൊന്നും പറയണ്ട. പക്ഷേ എപ്പോഴെങ്കിലുമൊക്കെ കാർത്തൂനെ കാണണമെന്ന് എന്റെ ഏട്ടന് തോന്നുമ്പോ അതിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. ഞാനിത് എന്നോട് പറഞ്ഞു. അതൊരു മനുഷ്യന്റെ ന്യായമായ ആവശ്യമാണ്. അതിനെ ഇനി എതിർത്തിട്ട് കാര്യമില്ല. പക്ഷേ അരുണിനോട് സത്യം പറഞ്ഞിട്ടും അയാൾ വിശ്വസിക്കുന്നില്ല. എല്ലാം നിന്റെ ഏട്ടൻ കെട്ടിച്ചമച്ചുണ്ടാക്കുന്നെന്നാ പറയുന്നേ. അങ്ങനെ ഒരാളാണ് ഏട്ടനെങ്കിൽ സ്വന്തം കുഞ്ഞിനെ തേടി ഈ രീതിയിൽ ചുറ്റിത്തിരിയുമായിരുന്നില്ല. ഇനിയിപ്പോ ഒരു കുഞ്ഞ് ഏട്ടനുണ്ടെന്ന് മനസ്സിലാക്കിയ അത് മൂടിവെക്കാനേ ശ്രമിക്കത്തുള്ളായിരുന്നു. ഇതിപ്പോ കൊന്നാലും തിന്നാലും മകളെ വേണമെന്നുള്ള വാശിയോടെ നടക്കുമല്ലായിരുന്നു. കാർത്തുവാ ഇനി ഇവിടെ കിടന്ന് നട്ടം തിരിയാൻ പോന്നെ. നിന്റെ ഏട്ടന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്നും മോൾ അദ്ദേഹത്തെ കാണണമെന്നൊക്കെ പറഞ്ഞാ എന്റെ വാക്ക് കാർത്തു കേൾക്കും. പക്ഷേ അവിടെ അരുണിനെ കൊച്ചാക്കിന്ന് തോന്നിയാ അത് അവര് തമ്മിലുള്ള ബന്ധത്തെ ബാധിക്കുന്നുള്ള കാര്യം ഉറപ്പാ. അരുൺ സാറിനെ അറിയിച്ചുകൊണ്ടൊന്നും ചെയ്യണ്ട. പക്ഷെ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. എടാ, അരുൺ സാറിന്റെ അപ്പച്ചി അങ്ങേരെ കൊല്ലുമെന്ന് അയാൾക്ക് അറിയായിരുന്നു. എന്നിട്ട് മരണഭയം കൂടാതെ അയാൾ മുന്നോട്ട് പോയത്. സഹിക്കാൻ പറ്റാതെ വന്നപ്പോ ഈ പറയുന്ന അരുൺ സാറിന്റെ അപ്പച്ചിയെ പോലെ അയാൾ വിളിക്കുകയും ചെയ്തു. അതൊക്കെ ഇനി ആവർത്തിക്കപ്പെടും. അതൊഴിവാക്കാൻ മകളെ കൊണ്ടുപോയി അച്ഛനെ കാണിച്ചേ പറ്റൂ. മോളെ, കണ്ണേട്ടൻ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെ ന്യായീകരിക്കില്ല. അരുണിന്റെ അപ്പച്ചി ഡോക്ടർ ജീവനെ വെറുക്കുന്നതിനകത്ത് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഒരിക്കൽ കരുണമാമ എനിക്കെതിരെ എന്തൊക്കെ ക്രൂരതകൾ ചെയ്തോ അതിന്റെ 10 ഇരട്ടിയാ ഡോക്ടർ ജീവന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ തറപ്പിച്ച് മോളോട് പറയാ, അയാളൊരു പാവമാ. എന്നെ പോലെയും പപ്പനെ പോലെയും മോളിലെ അരുൺ സാറിനെ പോലെയൊക്കെ ഒരാള്. അതുകൊണ്ട് അരുണിന്റെ അപ്പച്ചിയൊക്കെ അറിയാതെ അയാളെ സ്നേഹിക്കുന്നതിനകത്തൊരു തെറ്റുമില്ല. അയാള് മോളെ കാണുന്ന പറയുമ്പോ ഒന്ന് പോയി കാണുന്നതിനകത്തൊരു കുഴപ്പമില്ല. അരുൺ സാറിന് കാര്യങ്ങൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ കണ്ണേട്ടനെ കൊണ്ട് പറ്റുമോ? ഈ ഒരു കാര്യത്തിൽ മാത്രം ഒരു വിട്ടുവെച്ചും ചെയ്യുന്നില്ല. ഞാൻ ഫോണിലൂടെ ഒന്ന് സംസാരിച്ച അത് ഡോക്ടറോടാണോ എന്നാ ചോദ്യം. അതുപോലെ എന്നെ സംശയിക്കോ? അതില് അരുണിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ. അയാൾ അന്ധമായിട്ട് അയാളുടെ അപ്പച്ചിയെ സ്നേഹിക്കുന്നുണ്ട്. ഒരിക്കലും മാത്ര ആ അപ്പച്ചിയുടെ വാക്ക് അരുൺ ധിക്കരിച്ചത്. അത് നിങ്ങളുടെ വിവാഹത്തിന്റെ കാര്യത്തിലായിരുന്നു. അത് ഒഴിച്ചു നിർത്തിയ അപ്പച്ചിയുടെ വാക്കിന് അമ്മയുടെ വാക്കിനേക്കാൾ വിലയുണ്ട് അരുണിനെ സംബന്ധിച്ചിടത്തോളം. അതെനിക്ക് അറിയാൻ കണ്ണേട്ടാ. അത് തന്നെയാ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഡോക്ടർ ജീവൻ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രമല്ല എനിക്ക് അയാളോട് ഇഷ്ടം തോന്നാൻ കാരണം. ഓരോ തവണ അദ്ദേഹവുമായി സംസാരിച്ചു കഴിയുമ്പോഴും എന്തോ ഡോക്ടറുടെ മുഖം ഉള്ളിലൊരു വേദനയായി കിടക്കുവോ. അയാള് നിരപരാധിയാണെന്ന് എന്റെ മനസ്സെന്നോട് പറയുന്നത് പോലെ. അതുകൊണ്ടല്ലേ മോളെ പപ്പനും പവിത്രയും ഞാനും ഒക്കെ ഇത്രയധികം അയാളെ പിന്തുണയ്ക്കുന്നത്. ഒരാളെ മറ്റൊരാളെ തെറ്റിക്കാൻ ആരെങ്കിലും കച്ചുകെട്ടി ഇറങ്ങിയാൽ അതിന് വേണ്ടുന്ന സംഭവങ്ങൾ അവരുണ്ടാക്കും. ഞാൻ പലപ്പോഴും പറയാറില്ലേ മോളെ, കണ്ണി കാണുന്നത് മാത്രമേ വിശ്വസിക്കാവുന്നു. എന്നാ അതും തിരുത്തി പറയേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഡോക്ടർ ജീവന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അയാൾ ഒരു ആഭാസനാണ്, പെണ്ണുപിടിയനാണെന്നൊക്കെ അരുണിന്റെ അപ്പച്ചി മോളോട് പറഞ്ഞിട്ടുണ്ടാവും പലതവണ. പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മറ്റു ചിലരുടെ സൃഷ്ടിയാ. ചെന്നായുടെ മനസ്സുള്ള ചില വൃത്തികെട്ടന്മാരുടെ സൃഷ്ടി.
അങ്ങനെയുള്ളപ്പോ അയാളെ നമ്മള് അതിന്റെ പേരിൽ വെറുക്കണം? എന്നെ കാരണം അമ്മ കള്ളം പറഞ്ഞ് ജയിലിലാക്കിയതാണെന്ന് ഇപ്പൊ മിക്ക ആൾക്കാർക്കും അറിയാം. എങ്കിലും നമ്മളോട് അല്പസ്വല്പം അസൂയും കുശുബും ഉള്ളവര് ഇപ്പോഴും എന്നെ ജയിൽ പുള്ളിയായിട്ട് കാണുന്നുണ്ട്. അതാണ് അവരുടെ മനസ്സമാധാനം, അവരുടെ സുഖം. അങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നുള്ള കാര്യം മോള് മറക്കരുത്. മോൾക്ക് എന്തെങ്കിലും ഇവനോട് സംസാരിക്കാനുണ്ടോ? ഉണ്ട്. പെൺകുട്ടികളായ ഇങ്ങനെ വേണം. നാണിച്ച് തല താഴ്ത്താതെ തന്റെ ഇടത്തോടെ കാര്യങ്ങൾ പറയണം. ചെല്ലടാ. ശരി. അത്യാവശ്യം ബോൾഡാണ് മോളല്ലേ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. എന്നുവെച്ച് വലിയ നാണവുമില്ല. അത്യാവശ്യം നാണമുള്ളതും കുറച്ച് പേടിയുള്ളതും ഒക്കെ ഈ നിൽക്കുന്ന ആൾക്കാർ. അവര് സംസാരിക്കട്ടെ. എന്തെങ്കിലുമൊക്കെ പരസ്പരം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കട്ടെ. ഒന്നും തോന്നരുത്. വിവാഹത്തിന് മുന്നേ എന്റെ ജീവിതത്തിൽ നടന്നതെല്ലാം തുറന്നു പറയണമെന്നുണ്ട്. അതിനെന്താ, പറഞ്ഞോളൂ. മാളു ഇതിനു മുമ്പ് ആരെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? വിവാഹത്തിന് മുമ്പ് സ്നേഹിക്കാത്തൊരു ചുരുക്കമാ. എന്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കഴിഞ്ഞ ദീപാവലിക്ക് ഒരു സംഭവം ഉണ്ടായി. മത്താപ്പൂ കത്തിച്ചപ്പോ ഒരു സ്ഫോടനം ഉണ്ടായി. എന്റെ വയറ് പൊള്ളി. എന്റെ കരളിന് സാരമായ പരുക്കും പറ്റി. ഒരു മേജർ സർജറി വേണ്ടി വന്നു. ഇപ്പോ കരള് മാറ്റിവെച്ചിരിക്കുക. അവിടെ നിന്നില്ലേ ആ കാർത്തു ചേച്ചിയാ എന്നെ സഹായിച്ചത്. ഒരു മടിയും കൂടാതെ എനിക്ക് കരള് ദാനം ചെയ്തു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. പക്ഷേ കുറെ മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. എല്ലാം തുറന്നു പറഞ്ഞ മാളുവിന്റെ ഈ സ്വഭാവം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് താൻ ഭയക്കണ്ട, ഞാൻ പിന്മാറുന്നില്ല. എന്റെ ജീവിതത്തിലേക്ക് മാളു വരുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. മുത്തശ്ശനും അമ്മയ്ക്കും മാളുവിനും ഒക്കെ എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. അത്രയ്ക്ക് ഞാൻ അവരെയൊക്കെ വെറുത്ത് കഴിഞ്ഞു. മാള് വന്ന് കാർത്ത് കഴിക്കേണ്ട പലഹാരം നിനക്ക് മനഃപൂർവ്വം കൊണ്ട് തന്നതാ. അതിനകത്ത് വിഷം ഉണ്ടെന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ കുഞ്ഞിനെ. ആ സങ്കടം പെട്ടെന്നൊന്നും അങ്ങനെ തീരുന്നല്ല. നമുക്ക് നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ട് പോലും വിഷമിക്കാത്തവരാ എന്റെ അമ്മയും മുത്തശ്ശനും ഒക്കെ. ആനന്ദുവേട്ടന്റെ അമ്മയും അങ്ങനെ തന്നെയാ. കാർത്തൂനെ കിട്ടിയതോടെ അവർക്ക് ആർക്കും നമ്മളെ വേണ്ട. ഇതുവരെ നമ്മുടെ കുടുംബത്തിൽ ഒരു പേരക്കുട്ടി ജനിച്ചിട്ടില്ല. ആ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോ നമ്മളെക്കാൾ കരഞ്ഞു കാലം കഴിക്കേണ്ടവരാ ഈ പറഞ്ഞവരൊക്കെ. നീ വിഷമിക്കണ്ട മഞ്ജു. ഇപ്പൊ തന്നെ നമ്മളൊരു തിരിച്ചടി കൊടുത്തില്ലേ? അതുപോലെ നല്ലവരായി നിന്നുകൊണ്ട് തന്നെ നമുക്ക് നശിപ്പിക്കാം നമ്മളെ മറന്ന് ജീവിക്കുന്നവരൊക്കെ. എന്തായി മോളെ കാര്യങ്ങള്? പെണ്ണ് കാണാൻ ചടങ്ങൊക്കെ കഴിഞ്ഞോ? പെണ്ണ് കാണലും കഴിഞ്ഞു. ചെറുക്കം പിണങ്ങി പോവുകയും ചെയ്തു. അയ്യോ, അതെന്ത് പറ്റിയാണ്? ഒന്നും പറയണ്ട കണ്ണേട്ടാ. പയ്യനും മാളുവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവളുടെ പോരായ്മയൊന്നും അയാൾക്ക് പ്രശ്നമല്ല. പക്ഷെ അവര് പെണ്ണ് കണ്ടിട്ട് പോയ വഴിക്ക് ഏതോ ഒരുത്തൻ പയ്യന്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞു മാളുവിന്റെ കരട് മാറ്റി വെച്ച കഥ. അതോടെ അയാൾ ബന്ധം വേണ്ടെന്ന് വിളിച്ച് പറയുകയും ചെയ്തു. ഇത്രയും നിരാശ ഇതുവരെ ഉണ്ടായിട്ടില്ല കണ്ണേട്ടാ. മാളുവിന് വലിയ സങ്കടമായി കാണുമല്ലോ. കല്യാണം വേണ്ട വേണ്ടെന്ന് പറഞ്ഞ അവൾ ഒരേ നിപ്പായിരുന്നു. പിന്നതെ ഇയാള് പോയി കുത്തി ഇളക്കിയിട്ടാ പയ്യന്റെ മുമ്പിലേക്ക് മാളു ചായയായിട്ട് വന്നത്. അവള് തന്നെയാ പയ്യനോട് പറഞ്ഞത് അയാളോട് സംസാരിക്കാനുണ്ടെന്നൊക്കെ. അവര് തമ്മിൽ സംസാരിച്ച ശേഷം അവള് ഹാപ്പിയായിരുന്നു. അതെ കണ്ണേട്ടാ, മനസ്സൊക്കെ മാറി മാളു കല്യാണത്തിന് സമ്മതിച്ചതാ.
ആ സമയത്താ ഇടുത്തി പോലെ അയാളുടെ അച്ഛന്റെ വിളി വന്നത്. ആ ബന്ധം നല്ലതല്ലായിരിക്കും, അതുകൊണ്ടാ തട്ടിത്തെറിച്ചു പോയത്. മാളുവിന് പറ്റിയൊരു പയ്യൻ തന്നെ വരും, മോള് വിഷമിക്കണ്ടേ. കണ്ണേട്ടന്റെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അല്ല, ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി പെണ്ണ് കാണാൻ വരുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ അവർ ധരിപ്പിക്കണം. ആൾക്കാരും പലരും ആദർശം പറയുന്ന കൂട്ടത്തിലാ, പക്ഷെ സ്വന്തം കാര്യം വരുമ്പോ മിക്കവരും സ്വാർത്ഥരാ. കരള് മാറ്റിവെച്ചതോടുകൂടി മാളു ആരോഗ്യം വീണ്ടെടുത്തില്ലേ? പഴയതുപോലെ ആയില്ലേ? പിന്നെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല മോളെ, പക്ഷെ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാ പലരും നെറ്റിച്ചൊളിക്കും. അപ്പച്ചിക്കും മുത്തശ്ശനൊക്കെ മാളുവിനേക്കാൾ സങ്കടമായി. അത് മാത്രമല്ല കണ്ണേട്ടാ, ഇനി ആരുടെയും മുമ്പില് ഉടുത്തൊരുങ്ങി നിൽക്കില്ല എന്നാ മാള് പറയുന്നത്. പിന്നെ അവക്ക് കല്യാണം വിധിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും, അങ്ങനെ കരുതാം. ഞാൻ പോയിട്ട് വരാടോ കണ്ണേട്ടാ. കണ്ണേട്ടാ, എനിക്ക് കണ്ണേട്ടനോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എന്തിനാ മോളെ ഈ ഔപചാരികത? മോള് പറഞ്ഞോ? ഞാൻ പറയാൻ പോകുന്നത് കണ്ണേട്ടൻ മാത്രമല്ല, പവിത്രടുത്തേയും കേൾക്കണം. അപ്പൊ എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണല്ലോ. ഒരു കുഴപ്പമില്ല, കണ്ണേട്ടൻ വന്നേ. പവിത്രടുത്തി, എടുത്തി ദാ വരുന്നു മോളെ. എന്താ മോളെ, എന്തോ പറയാനുള്ളത്? എടുത്തിയും കൂടെ വരട്ടെ. ആ, എന്തേ മാളുവിന്റെ കാര്യം? പെണ്ണ് കണ്ടിട്ട് പോയോ? പെണ്ണ് കണ്ടു പോവുകയും ചെയ്തു, ആലോചന കുളവാവുകയും ചെയ്തു. അയ്യോ, എന്തു പറ്റി മോളെ? അതെന്തെങ്കിലും പറ്റട്ടെ, ഞാൻ പറഞ്ഞു വരുന്ന അതല്ല. മാളുവിനെ പോലെ ഇവിടെ ഒരാളുണ്ട്, ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടന് 28 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഉണ്ണിയേട്ടന് വേണ്ടി ഒരു പെണ്ണ് ആലോചിക്കണ്ടേ? അതിപ്പോ ഉണ്ണിക്ക് കുട്ടികളുണ്ടാവത്തില്ലെന്നൊരു ചിന്തയുള്ളതുകൊണ്ട് അവൻ അതിനൊന്നും തയ്യാറാവില്ല. സാധനം കിട്ടിയോ? കിട്ടി. വീര്യം കൂടിയതാ. വൈദ്യരോട് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു. ഇതകത്ത് ചെന്ന് കഴിഞ്ഞാ പിന്നെ കഴിക്കുന്ന ആള് സ്വബോധത്തിലേക്ക് എത്താൻ കുറെ നാളെടുക്കും. ചിലപ്പോ പഴയപടി ആയില്ലെന്നും വരും. തലയ്ക്ക് പറ്റിയ നോർമലാവോ? 2-3 തവണ ശക്തിയായി തട്ടേണ്ടി വരുമെന്നാ പറഞ്ഞത്. കരുണിന് കൊടുത്ത മരുന്ന് ദിവസങ്ങൾ കഴിയുന്തോറും വീര്യം കുറഞ്ഞു വരുന്ന മരുന്നാ. എന്നാൽ ഇത് അതുപോലെയല്ല, തലച്ചോറിന്റെ ഓരോ ഞരമ്പിനെയും ബാധിക്കും. പക്ഷേ ഇതെങ്ങനെയെങ്കിലും അവളുടെ ഉള്ളിൽ ചെല്ലണം, ആ കാർത്തൂന്റെ. നമ്മളെ ഇപ്പൊ അവിടെ ആരും സംശയിക്കുന്നില്ല. ഏത് സമയവും നമുക്ക് അവിടെ കടന്നു ചെല്ലാം. ആരുടെയും മറവ് പറ്റിയല്ല, വെളിച്ചത്ത് തന്നെ. അതുകൊണ്ട് നമ്മൾ ഇത്തവണ ആഗ്രഹിക്കുന്ന പോലെ എല്ലാം നടക്കും. റിസ്ക് എടുത്ത് എത്ര പ്രാവശ്യം അവിടെ പോയെന്നറിയാലോ. അതിന്റെ കൂടെ കഴിഞ്ഞ തവണ വെറുതെ മോരിനകത്ത് സോപ്പ് പൊടി കലർത്തിയിട്ട് അവിടെ ആരും സംശയിക്കാതിരുന്നത് നമ്മുടെ ഭാഗ്യം. അരുണിന്റെ മനസ്സിനകത്ത് കരട് വീണു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പിന്നാലെ പോകുന്ന കൂട്ടത്തിലാ അവൻ. അറിയാലോ. അതൊക്കെ എനിക്കറിയാം. ആ ബോധത്തോടെ ഞാൻ ഇനി കാര്യങ്ങൾ ചെയ്യുള്ളൂ. മാളുവിന്റെ കല്യാണം നടത്താൻ നടക്കുന്നുള്ളു. ഇനി പേ പിടിച്ച പോലെ കിടന്ന് ഓടട്ടെ. കൂട്ടത്തിൽ അവനും. അവിടെ എന്റെ അമ്മയുണ്ടെന്ന് ഓർക്കണം. അമ്മായി മോര് കുടിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ആ ഭയം വേണ്ട. എന്തായാലും കാര്യം നടക്കുന്നതുവരെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അനന്തുവേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. നമ്മൾ ഇത്തവണ വിജയിച്ചിരിക്കും. സമാന സംഭവങ്ങൾ ഒരുപാടുണ്ടായതുകൊണ്ട് ഇത്തവണ നമ്മളെ സംശയിക്കാൻ സാധ്യതയുണ്ട്. സംശയിക്കട്ടെ, അതിനെപ്പറ്റി ഒരു വഴക്ക് വരട്ടെ. ആ സമയത്താ എന്റെ അഴിഞ്ഞാട്ടം കാണാൻ പോകുന്ന എല്ലാവരും. ഇതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യം എന്തുവാ? പറയട്ടെ. ആ കുഞ്ഞിനെ നീ നന്നായിട്ട് വളർത്തി, സ്വന്തം അനിയത്തിയെ പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട്. പിന്നെ നീ കല്യാണം കഴിച്ച് നിനക്ക് മോളുണ്ടായപ്പോഴും കാർത്തൂവിനോടുള്ള സ്നേഹം കുറഞ്ഞില്ല. ഇപ്പോഴും നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവളെയാ. അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടാക്കാനായിട്ട് ഇപ്പൊ ചിലര് വന്നിട്ടുണ്ട്, അവളുടെ അച്ഛനും അമ്മയും. എന്താ ഒരു ഞെട്ടല്? അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തോ സത്യമുണ്ട്. എന്ത് സത്യം? കണ്ണാ,
കള്ളക്കണ്ണാ, സത്യം എന്താണെന്നൊക്കെ നിനക്കല്ലേ അറിയൂ. പിന്നെ ഇപ്പൊ ഇവിടെ ചില നാടകങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാർത്തൂന് വേണ്ടി ഒരു മത്സരം തന്നെ നടക്കുന്നുണ്ട്. അരുൺ സാറിന്റെ അപ്പച്ചി എന്തായാലും വെറുതെ ഒന്നും ഒരാളെ വെടിവെച്ചു കൊല്ലാൻ ശ്രമിക്കത്തില്ലല്ലോ. അതുപോലെ തന്നെ നിന്നെക്കാളും കാർത്തൂനെ കാണാൻ ഭ്രാന്ത് പിടിച്ച് ഈ പറയുന്ന ദേവനന്ദയും ദീപന്റെ ഏട്ടനും ഒക്കെ പരക്കം പായൂ. അതിന്റെ പിന്നിലൊരു കാരണം വേണ്ടായോ? ആ കാരണം തേടി ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു. അപ്പോഴാ അറിഞ്ഞത് കാർത്തൂനെ കാട്ടിക്കളഞ്ഞ അമ്മ ദേവനന്ദയാണെന്ന്, അച്ഛൻ ഡോക്ടർ ജീവനും. ഇതൊക്കെ നിങ്ങളോട് ആരോ പറഞ്ഞേ? നീ തന്നെ. ഞാനോ? ആ ഡാ, അമ്പലത്തിൽ പോയി സത്യം സത്യമായിട്ട് തന്നെ കാണിച്ചു തരണേന്ന് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചായിരുന്നു. എന്നിട്ട് പ്രസാദമായിട്ട് വന്നപ്പോ നിന്റെ അഹങ്കാരിയായ അമ്മ എന്നെ പലതും പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ നിന്നെ കാണാൻ വന്നപ്പോഴാ നീ ഈ സത്യങ്ങളൊക്കെ നിന്റെ കെട്ടിയോളുമായിട്ട് സംസാരിച്ച് രസിക്കുന്നത് കേട്ടത്. ഇത്രയും കാലം നീയൊക്കെ ഞങ്ങളെ ഇട്ട് പെരുമാറുകല്ലായിരുന്നോ? ഇനി പൊടിക്കൊന്നടങ്ങും. കാർത്തൂൻ ഈ സംഭവം ഒന്നും അറിയത്തില്ല അല്ലേ? അമ്മേ, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നീയും നിന്നെ സ്നേഹിക്കുന്നവരും ഞങ്ങളോട് കുറച്ച് മാന്യത കാണിച്ചാ മതി. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് ഈ പായസം കുറച്ച് കഴിക്കുന്നേ. എനിക്ക് വേണ്ടത്